നിപ്പ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ നില അത് ഗുരുതരമായി തുടരുകയാണ്. വിമാനമാർഗം ഡൽഹിയിൽ നിന്നും കോഴിക്കോട് എത്തിച്ച മരുന്ന് ഇന്ന് യുവാവിന് നൽകും. അതേസമയം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് ജില്ലയിൽ എത്തുന്നുണ്ട്. അനഘയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനഘ, ഈ യുവാവിൻ്റെ ആരോഗ്യനിലയിൽ ഒരു ആശങ്കയുണ്ട്. ഒപ്പം ഈ മരുന്ന് ലഭ്യതയിലൊക്കെ അതിനൊരു പരിഹാരമായി ഇന്ന് മരുന്നെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് വരുന്നത്. ഒപ്പം മന്ത്രി മുരളീധരൻ കൂടി ജില്ലയിൽ എത്തുന്നുണ്ട്. കേന്ദ്ര സംഘം കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ കേന്ദ്ര സംഘം ഏതെങ്കിലും പ്രദേശങ്ങളിൽ നിന്ന് പരിശോധന നടത്തുന്നുണ്ടോ? ഒപ്പം മറ്റ് ആളുകൾക്കൊക്കെ ഈ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരുടെയൊക്കെ സാമ്പിളുകളും മറ്റും അയച്ചിട്ടുണ്ടോ? ഇന്ന് ഏതെങ്കിലും സാമ്പിളുകളുടെയൊക്കെ പരിശോധനാ ഫലമൊക്കെ വരാനിരിക്കുന്നുണ്ടോ? എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായുമായ ഈ 43-കാരൻ്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അദ്ദേഹം വെന്റിലേറ്ററിലാണ് ഇപ്പോഴും കഴിയുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഡൽഹിയിൽ നിന്ന് കോഴിക്കോട് എത്തിച്ച മോണോക്ലോണൽ ആന്റിബോഡി മരുന്ന് ഇന്ന് അദ്ദേഹത്തിന് നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത്. മന്ത്രി ജില്ലയുടെ ചുമതലയുള്ള AP അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഇന്നലെ നടന്ന അവലോകന യോഗത്തിലാണ് ഇത്തരത്തിൽ മരുന്ന് കോഴിക്കോട് എത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ഇന്നലെ ഏറ്റവും ആശ്വാസം നൽകിയ ഒരു വാർത്ത ഹയസ്റ്റ് റിസ്കിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി എന്നുള്ളതാണ്. പക്ഷേ 13 പേരെ കൂടി ഇത്തരത്തിൽ സമ്പർക്ക പട്ടികയിലേക്ക് ഇന്നലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ 100 പേരായിട്ടുണ്ട് സമ്പർക്ക പട്ടികയിൽ. പക്ഷേ ഹയസ്റ്റ് റിസ്കിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം വന്നപ്പോൾ അത് നെഗറ്റീവായി എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഏതായാലും രാമനാട്ടുകര ഡിവിഷനുകൾ കേന്ദ്രീകരിച്ച് തന്നെ 320 വീടുകളിലെയും സന്ദർശനം ഇന്നലെ വിവിധ വകുപ്പുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് അടക്കം ഇന്നലെ ഈ 320 വീടുകളിലും സന്ദർശനം നടത്തിയിരുന്നു. ഏതായാലും ICMR-ൽ നിന്നുള്ള വിദഗ്ധ സംഘങ്ങൾ അടക്കം ഇന്നലെ കോഴിക്കോട് എത്തിയിരുന്നു. ഈ വിദഗ്ധ സംഘങ്ങൾ അടക്കം തന്നെ ഇത്തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുകയും രോഗിയുടെ ആരോഗ്യസ്ഥിതി അടക്കം നേരിട്ട് അറിയുകയും ഈ ആരോഗ്യവകുപ്പുമായി തന്നെ ചർച്ചകൾ നടത്തുകയും ഈ വീട്, അതായത് ഇദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന രാമനാട്ടുകരയിലുള്ള ഡിവിഷനിലുള്ള വീടുകളും ഈ പ്രദേശത്തെ മറ്റ് വീടുകളിലും അടക്കം സന്ദർശനം ഇന്നലെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതായാലും ഇന്നലെ മുഹമ്മദ് റിയാസ് അടക്കം കോഴിക്കോട് ഇത്തരത്തിൽ കളക്ടറേറ്റിലേക്ക് എത്തി കൺട്രോൾ റൂമിലെത്തി ഒരു പ്രതിഷേധമടക്കം നടത്തിയിരുന്നു. അതായത് ആരോഗ്യമന്ത്രി അടക്കം ജില്ലയിലില്ല എന്നുള്ളത് പ്രതിപക്ഷം വലിയ ആരോപണമായി ഇന്നലെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്ന് ആരോഗ്യമന്ത്രി ഒരു 11 മണിയോടകം കോഴിക്കോട് ജില്ലയിൽ എത്തും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ആരോഗ്യമന്ത്രിയുടെ അടക്കം നേതൃത്വത്തിൽ ഈ ഉന്നതതല ആരോഗ്യവകുപ്പിന്റെ അധികൃതരുമായി അടക്കം ജില്ലാ കളക്ടറുമായി അടക്കം ഒരു അവലോകന യോഗം ഇന്ന് 11:30 ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ഈ 43 വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. ഇന്ന് അദ്ദേഹത്തിന് മരുന്ന് നൽകും. മോണോക്ലോണൽ ആന്റിബോഡിയാണ് ഇന്ന് അദ്ദേഹത്തിന് നൽകുക. ഹയസ്റ്റ് റിസ്കിലുള്ള 3 പേരുടെ ഫലം ഇന്നലെ നെഗറ്റീവ് ആയിട്ടുണ്ട്. ശരി, പ്രതിരോധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനായി മന്ത്രി കെ മുരളീധരൻ ഇന്ന് ജില്ലയിൽ എത്തുന്നുണ്ട്. അതേസമയം തന്നെ ആശങ്കയായി നിപ്പ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവാവിൻ്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുമുണ്ട്. അനഘയാണ് വിവരങ്ങൾ നൽകിയത്.